കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് എൻ്റെ ധാരണ ശരിയാണെങ്കിൽ മുസ്ലിങ്ങളുടെ ഉപവിഭാഗങ്ങളുടെ കൂട്ടത്തിൽ താരതമ്യേന ചെറിയൊരു സംഘടനയാണത്. അവരെക്കാൾ അംഗസംഖ്യ കുറവുള്ളത് അഹമ്മദി മുസ്ലിങ്ങൾക്കായിരിക്കും. ഇവിടെ ഏറ്റവും അധികം ഉള്ളത് സുന്നികളാണ്. അത് രണ്ട് വിഭാഗമാണത്, EK വിഭാഗം, AP വിഭാഗം. പിന്നെ ഉള്ളത് മുജാഹിദ് വിഭാഗമാണ്, സലഫി എന്ന് പറയുന്ന, മറ്റൊരു വരെ പരിഹസിച്ച് വഹാബി എന്ന് പറയും. അതിലും താഴെയാണ് ജമാഅത്തെ ഇസ്ലാമി. എൻ്റെ കണക്കൊന്നും ലഭ്യമല്ല, അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. 1,00,000 അംഗങ്ങൾ പോലും അതിനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് കുറച്ച് അനുഭാവികളൊക്കെ ഉണ്ടാവാൻ മതി. പിന്നെ അവരുടെ ദൃശ്യത, വിസിബിലിറ്റി, അവരുടെ സാന്നിധ്യം വളരെ പ്രമുഖമാണ്. അതിന് പ്രധാന കാരണം അവർ വളരെ ബുദ്ധിപൂർവം മാധ്യമങ്ങളെ കൈകാര്യം എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ മീഡിയ വൺ എന്നൊരു ചാനലുണ്ട്. അത് രാഷ്ട്രീയം, സംസ്കാരം, മതം, സാഹിത്യം, സിനിമ തുടങ്ങിയുള്ള എല്ലാ മേഖലകളിലും ഇടപെടുന്ന ഒന്നാണ്. അപ്പം അങ്ങനെ പിന്നെ വേറെ ചാനൽ എടുത്തൊരു മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത് സുന്നികളുടെ ദർശന, EK വിഭാഗത്തിലെ ദർശന, അതൊന്നും യാതൊരു തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കുന്നതല്ല. പിന്നെ ഇതുപോലെ മാധ്യമം, ദിനപത്രം, അത് വളരെ ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട്. കാരണം ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ബുദ്ധിസാമർഥ്യം കൂടുതലായതുകൊണ്ട് അതിനൊക്കെ അവർ തുടക്കത്തിലെ അതിൻ്റെ പത്രപ്രവർത്തകരെ വെച്ചു. അത് മുസ്ലിമാണോ ജമാഅത്ത് ഇസ്ലാമിയാണോ നോക്കിയിട്ടല്ല, പ്രൊഫഷണലിസം ഉള്ളൊരു പത്രമാണ് മാധ്യമം. നല്ല പത്രമാണ്, ഞാനതിൻ്റെ നിലപാട് ചോദിച്ചിട്ടല്ല, പക്ഷേ പത്രം നൽകി നല്ലതാണ്. അതുപോലെ മാധ്യമം വീക്കിലി നല്ലതാണ്. അവരും ഇപ്പോൾ പുതുതായിട്ട് മാധ്യമം ബുക്സ് എന്ന് പറഞ്ഞിട്ട് പുസ്തക പ്രസിദ്ധീകരണം തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ തന്നെ അവർക്ക് IPH, ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് വളരെ കൊള്ളാവുന്നൊരു പ്രസിദ്ധീകരണ വിഭാഗമുണ്ട്. ഇപ്പം മുസ്ലിം ലീഗ്, അവർക്ക് മര്യാദയ്ക്ക് ഒരു പത്രം നടത്താൻ അറിഞ്ഞൂടാ, അവർക്കൊരു ചാനലില്ല, അവർക്ക് ആളുകൾ ശ്രദ്ധിക്കുന്നൊരു വീക്കിലി ഇല്ല. സാഹിത്യത്തെപ്പറ്റിയോ സിനിമയെപ്പറ്റിയോ സംസ്കാരത്തെപ്പറ്റിയോ രാഷ്ട്രീയത്തെപ്പറ്റിയോ ചരിത്രത്തെപ്പറ്റിയോ ഒരു ചർച്ച നടത്തുക, അല്ലെങ്കിൽ ഒരു പുസ്തകം അച്ചടിക്കുക, അല്ലെങ്കിൽ ഒരു പുസ്തകത്തെ വിമർശിക്കുക, അങ്ങനെ ഒരു പരിപാടിയില്ല. അവർക്കിപ്പോൾ സാധാരണ ഇതിൽ ഇവിടെയൊക്കെ കളിയാക്കി പറയുമ്പോൾ ബിരിയാണി കഴിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം എന്ന് പറയും. അത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, താരതമ്യേന മറ്റൊരു താരതമ്യപ്പെടുത്തുമ്പോൾ ഇതൊക്കെ തീരെ കുറവാണ്. അപ്പോൾ നമ്മൾ പത്രം കണ്ടാൽ അറിയാം എത്ര എഴുത്തുകാരുണ്ട്, അവർക്കൊരു പ്രസിദ്ധീകരണശാലയില്ല, അവർ ആലോചിച്ചിട്ടുണ്ടാവില്ല അവരുടെ കാര്യം. സാംസ്കാരിക രംഗം തീരെ ശ്രദ്ധിക്കാത്തൊരു കൂട്ടരാണ് മുസ്ലിം ലീഗുകാർ. അത് ശ്രദ്ധിക്കുന്ന കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമി. അവരിപ്പോൾ സിനിമ ഹറാമാന്ന് അവർ പറയും, അതേ സമയത്ത് അവർ സിനിമ ഉണ്ടാക്കുകയും ചെയ്യും. അവർക്ക് വേണ്ട സിനിമ ഉണ്ടാക്കും, അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് പണം കൊടുത്തിട്ടും പ്രോത്സാഹനം കൊടുത്തിട്ടൊക്കെ. മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ചയുണ്ടെങ്കിൽ എല്ലാ ചാനലുകളും ആദ്യം ആലോചിക്കുന്ന പേരുകൾ ഇവരുടെ ആയിരിക്കും. മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ ഇവർ മാത്രമേ ലീഗിൻ്റെ ഒരു പ്രതിനിധിയായി വക്താവായിട്ട് വരുള്ളൂ. മറ്റേത് ഇവരാരെങ്കിലുമൊക്കെ ആയിരിക്കും. അതിൽ മതമൗലികവാദികളുണ്ട്. ഇപ്പോൾ ഉദാഹരണം അബ്ദുല്ല, അദ്ദേഹം വളരെ എൻ്റെ സുഹൃത്താണ്, വളരെ എൻ്റെ നാട്ടുകാരനാണ്, വളരെ മതമൗലികവാദമായ ഒരു നിഷ്ഠയുള്ള ആളാണ്. അങ്ങനത്തെ പല ആളുകളും ഞാൻ ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുജൻ അബ്ദുറഹിമാൻ, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക വക്താക്കളുടെ ഒരാളാണെന്ന് പറയാം. പിന്നെ അവർക്ക് ഇതൊക്കെ അബ്ദുറഹിമാൻ സാങ്കേതികമായി ചിലപ്പോൾ അതിൻ്റെ മെമ്പർ ആയിരിക്കില്ല. അങ്ങനെയാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. അത് പലതും വളരെ നിഗൂഢമാണ്. പിന്നെ അവർക്ക് ബുദ്ധിജീവികൾ ആരൊക്കെയാണെന്നറിയാം, ആരൊക്കെ വിലക്ക് കിട്ടുമെന്നറിയാം, ആരൊക്കെ സമ്മാനം കൊടുത്താലോ പ്രസിദ്ധി കൊടുത്താലോ സ്ഥാനം കൊടുത്താലോ സൽക്കാരം കൊടുത്താലോ ആരൊക്കെ കിട്ടുന്നവർക്കറിയാം. അങ്ങനെ പല ആളുകളെയും ഇപ്പോൾ അതിന് പുതിയ പുതിയ വാക്കുകൾ, സ്വത്വ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ ഇരവാദം, അതിപ്പോൾ CPM-നകത്തോ കോൺഗ്രസിനകത്തോ ലീഗിനകത്തോ ഒക്കെ ഉള്ള എന്തെങ്കിലും സംസാരിക്കാനോ എഴുതാനോ ആലോചിക്കാനോ കഴിയുന്ന, പുസ്തകം വായിക്കുകയോ സിനിമ കാണുകയോ ചെയ്യുന്ന ആളുകളൊക്കെ ആകർഷിക്കാൻ സ്ത്രീവാദികൾ പോലും ആകർഷിക്കാൻ അവർക്ക് പറ്റും. അവരടിസ്ഥാനപരമായി സ്ത്രീവിരുദ്ധമായ ഒരു ശരീഅത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ്. പക്ഷേ ഇവിടുത്തെ സ്ത്രീവാദികളായ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ, അല്ലെ പരിസ്ഥിതിവാദികൾ, അവരുടെ രീതി അതാണ്. ഇപ്പോൾ പരിസ്ഥിതിവാദത്തിന് വളരെ അനുകൂലമാണ് അവർ. കാരണം അതിൽ മതമൊന്നുമില്ലല്ലോ. അതിലിപ്പം ഇസ്ലാമിൽ പ്രകൃതി വേണമെന്നോ വേണ്ടാന്നോ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ ഓർക്കുന്നൊരു വാക്യം ഞാൻ പറയാം, ഇരുചെറുകിൽ പറക്കുന്ന പറവുകളും നിങ്ങളെപ്പോലുള്ള സമുദായങ്ങൾ തന്നെയാണെന്ന് ഖുർആനിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ഒരു വാക്യം മതി അവർക്ക്. അപ്പോൾ ഇവിടുത്തെ എന്താ വെച്ചാൽ എല്ലായിടത്തേക്കും നുഴഞ്ഞു കയറിയിട്ട്, ഇപ്പോൾ നമ്മുടെ CR നീലകണ്ഠനെ പോലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം പരിസ്ഥിതിവാദിയാണല്ലോ CR, അവരുടെയൊക്കെ കൂടെ എല്ലാ സഹായത്തിനും സഹകരണത്തിനും അവരുണ്ടാവും. പൗരാവകാശ സമരങ്ങളുടെ കൂടെ, സ്ത്രീവിരുദ്ധ നിലപാടുകൾക്ക് എതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു പീഡന കേസിൽ ഒക്കെ അവരുണ്ടാവും. അപ്പോൾ പൗരാവകാശത്തിൻ്റെയും മനുഷ്യാന്തസ്സിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രകൃതിയുടെയും ഒക്കെ കൂടെ അവരുണ്ട്. അപ്പോൾ ഇതൊക്കെ കോളേജുകളിൽ, സർവകലാശാലകളിൽ ഉള്ള ചെറുപ്പക്കാരുകളെ ആകർഷിക്കുന്ന മട്ടിൽ. അപ്പം പുറമേ നോക്കിയാൽ ഒന്നും കാണില്ല. അപ്പോൾ അതിലൊരു അടിസ്ഥാനപരമായ കാര്യം എന്ന് വെച്ചാൽ
അവർ വിശ്വസിക്കുന്നതിനെതിരായിട്ട് സംസാരിക്കാൻ പ്രയാസമില്ലാത്ത കൂട്ടരാണ്. അവനവൻ്റെ വിശ്വാസ പ്രമാണത്തിനെതിരായിട്ട് സംസാരിക്കാൻ പ്രയാസമില്ലാത്ത കൂട്ടരാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താ? അത് അടിസ്ഥാനപരമായി അവരതിനെതിരാണ്. എന്താ തെളിവ് അബുൽ മൗദൂദിയുടെ പുസ്തകങ്ങളുണ്ട്, പ്രസംഗങ്ങളുണ്ട്, ലേഖനങ്ങളുണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിമുഖ സംഭാഷണങ്ങളുണ്ട്. ഇത് അവർ പാകിസ്ഥാനിൽ പറയും, ബംഗ്ലാദേശിൽ പറയും, ഇന്ത്യയിൽ പറയില്ല. കണ്ടോ? അപ്പോൾ ഇന്ത്യയിൽ എവിടെയും അത് പറയില്ല. അവർ മതേതരവാദികളാണ്. ഭരണഘടനയെ അവർ പിടിച്ച് ആണയിടും എപ്പോഴും, കാരണം ന്യൂനപക്ഷാവകാശം ഉണ്ട്. പക്ഷേ വാസ്തവത്തിൽ അവർ സ്വന്തം ഭരണഘടന വിചാരിക്കുന്നത് ഖുർആനാണ്. അവരോട് വർത്തമാനം പറഞ്ഞ ഒരു ഘട്ടം എത്തുമ്പോൾ നിങ്ങൾ ബഹുഭാരിത്വത്തെ നിരോധിക്കുന്നതിന് അനുകൂലമോ പ്രതികൂലമോ ചോദിക്കുമ്പോൾ അവരതിനെതിരായിരിക്കും. പെൺകുട്ടികളുടെ അനന്തരാവകാശം ആൺകുട്ടികളുടെ മാതിരി മകൻ്റെ അതേ അവകാശം മകൾക്ക് കൊടുക്കണ്ടേ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറയും. കാരണം ഖുർആനിൽ മറ്റേ മാതിരി ഉണ്ട്. ഉദാഹരണം പറയണേ. അപ്പോൾ മതമൗലികവാദ നിലപാടിൽ അവർക്ക് മാറാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ അവർ സംസാരിക്കുമ്പോൾ പറയും മൗദൂദി ഞങ്ങളുടെ സ്ഥാപകനാണ്, പക്ഷേ അദ്ദേഹം അവസാന വാക്കല്ല. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ മൗദൂദി 1979 മരിച്ചുപോയി. ഇത് കഴിഞ്ഞിട്ടുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇവർ പിന്നെയും ഒന്നുകിൽ ഖുർആനിലേക്ക് പോവും, അല്ലെങ്കിൽ നബിവചനങ്ങളിലേക്ക് പോവും. ഉദാഹരണം പറയാം, ഒരു പൗരാവകാശമാണല്ലോ പറഞ്ഞത്. ട്രാൻസ്ജെൻഡറിനെ പറ്റി അവരുടെ അഭിപ്രായം എന്താ? ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ശരീരവും സ്ത്രീയുടെ മനസ്സുമായിട്ട്, സ്ത്രീയുടെ ശരീരവും പുരുഷൻ്റെ മനസ്സുമായിട്ട് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള മനുഷ്യകളെ പറ്റി പറയുന്നത്. അവരെ പറ്റി ഇവരുടെ അഭിപ്രായം എന്താണ്? സ്വവർഗരതിയെ പറ്റി ഇവരുടെ അഭിപ്രായം എന്താണ്? അത് ഇറാനിൽ വ്യഭിചാരം പോലെ വധശിക്ഷ അറിയിക്കുന്ന ഒരു കുറ്റാണ് ഗേ മാരേജ്. ആണുങ്ങളെ കല്യാണം കഴിക്കുക ഇവരനുകൂലിക്കൂ. അതൊരു പൗരാവകാശ പ്രശ്നമാണ് ഇപ്പോൾ. കാരണം 377 വകുപ്പ് സ്വവർഗരതിയെ ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിക്കുന്ന IPCയിലെ വകുപ്പ് ഇന്ത്യയിൽ സുപ്രീം കോടതി റദ്ദാക്കി. അത് വലിയ പ്രശ്നമാണ് ഇപ്പോൾ. ലെസ്ബിയൻ മാരേജ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുക, ഇവർ അംഗീകരിക്കുമോ? ഏത് കാലത്തും അംഗീകരിക്കും? ഇല്ല. എന്താ കാരണം? ആണിനെ എങ്ങനെയാണ് കല്യാണം കഴിക്കുക? അതിൻ്റെ മെത്തേഡ് ഇവിടുത്തെ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ സിഖുകാർക്കോ പാർസികൾക്കോ യഹൂദന്മാർക്കോ ഒന്നും അറിയില്ല. കാരണം അത് പ്രകൃതി വിരുദ്ധമല്ല, അതും മനുഷ്യപ്രകൃതിയാണ് എന്ന് കണ്ടെത്തിയത് അടുത്ത കാലത്താണ്. ചില ആളുകളുടെ ശാരീരികവും മാനസികവുമായ പ്രത്യേകത കൊണ്ട്, ചില ഹോർമോൺസിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അത് പ്രകൃതിവിരുദ്ധം എന്ന് പറഞ്ഞാൽ അവരെ ക്രിമിനലുകളാക്കാനോ അല്ലെങ്കിൽ മനുഷ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണെന്ന് എടുക്കാനോ പാടില്ല എന്ന് ലോകം മുഴുവനായി. ഇന്ത്യയിലും അങ്ങനെയാണ്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയോട് ചോദിക്കുക, ഗേ മാരേജ് ആണിനെ കല്യാണങ്ങൾ അംഗീകരിക്കുമോ? അപ്പോൾ ഞാൻ അംഗീകരിക്കും. അത് നല്ലതെന്ന് വെച്ചിട്ടല്ല, ഒരാൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നടക്കാം. സ്വവർഗരതി ഒരാൾക്ക് അങ്ങനെ വേണം, അങ്ങനെ ആയിക്കോട്ടെ, അത് അയാളുടെ തിരഞ്ഞെടുപ്പാണ്, അയാളുടെ ചോയ്സാണ്. അതിനെ ജനാധിപത്യം എന്ന് പറയാം. അത് വേറെ ആൾ ഉപദ്രവിക്കരുത്. ഇപ്പോൾ എന്നോട് ഒരാൾ നിർബന്ധമായിട്ട് നിങ്ങളൊരു പുരുഷനെ കല്യാണം കഴിക്കണമെന്ന് പറയാൻ പാടില്ല. ഇപ്പോൾ വേറൊരാൾ പുരുഷനെ കല്യാണം കഴിക്കുമ്പോൾ ഒരു പുരുഷനോട് നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് എനിക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഇപ്പം മദ്യനിരോധനം എടുത്തു കളഞ്ഞു, എന്താ അർത്ഥം? ഞാൻ മദ്യപിക്കണമെന്നോ? അല്ല, മദ്യപിക്കുന്നവർക്ക് മദ്യപിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, സൗകര്യമുണ്ട് എന്നാണത്. എന്നെ ബാധിക്കില്ല, ഞാൻ മദ്യപിക്കാറില്ല, അത്രയേ ഉള്ളതേ. അപ്പോൾ ഇതുപോലെ ലെസ്ബിയൻ മാരേജ്, സ്ത്രീയെ പ്രേമിക്കുന്നു, സ്ത്രീയെ കല്യാണം കഴിക്കുന്നു, ഇതൊന്നും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ പുതിയ കാലത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനൊന്നും 7-ാം നൂറ്റാണ്ടിലെ ഖുർആനിൽ നിന്നോ നബിവചനങ്ങളിൽ നിന്നോ മറുപടി കിട്ടുകയില്ല. കാരണം അന്ന് അക്കാലത്ത് ഇത് അറിയപ്പെടുന്നില്ല. ഇവിടെ വലിയ തമാശാണ്. ഇപ്പോൾ മുഹമ്മദ് നബിയുടെ കാലത്ത് ബാങ്ക് കൊടുക്കും, പക്ഷെ മൈക്കിലല്ല ബാങ്ക് കൊടുക്കുക. അന്ന് മൈക്കില്ലല്ലോ. ഇന്നിപ്പോൾ നിങ്ങൾ പള്ളിയിൽ മൈക്ക് ഉപയോഗിക്കരുത്, അത് നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ബാങ്ക് കൊടുക്കേണ്ട തന്നെ ആവശ്യമില്ല, ഇനി കൊടുത്തോട്ടെ. എല്ലാവരുടെ കയ്യിലും വാച്ച് ഉണ്ട്. നബിയുടെ കാലത്ത് വാച്ച് ഇല്ലല്ലോ, ക്ലോക്ക് ഇല്ലല്ലോ. എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, അതിൽ സമയം അറിയാം. അതിൽ വേണേൽ ബാങ്ക് കൊടുക്കാം, അതിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. നേരെ മറിച്ച് ഇപ്പോൾ എൻ്റെ ഗ്രാമത്തിൽ 4-5 പള്ളിയുണ്ട്. 4-5 പള്ളിയിൽ നിന്ന് മൈക്ക് കൊടുത്ത് ബാങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ശബ്ദശല്യം അപ്പോഴേക്കും മതമൗലികവാദം വരും. അവിടെ നബിയുടെ കാലം വേണ്ട അവർക്ക്, അത് ഈ കാലം മതി. കാരണം അവരുടെ പ്രാധാന്യം, അവരുടെ പ്രാമുഖ്യം, അവരുടെ സാന്നിധ്യം അതറിയിക്കുന്നത് ഒരു അംശം കൂടിയുണ്ട്. ഇപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളിലെ രാവിലത്തെ സുപ്രഭാതം എങ്ങനെയില്ല, അങ്ങനെയാണ്. അത് പുറത്തേക്ക് വെക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം മനുഷ്യൻ്റെ അവരെ കിടന്നുറങ്ങണ്ടേ. അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ് പറയണം, ഇല്ലെങ്കിൽ പോലീസ് പറയണം, ഇല്ലെങ്കിൽ കോടതി പറയണം. ഞാൻ പറയുന്നത് ഈ മതമൗലികവാദത്തിൻ്റെ നിലപാട് ഇതൊന്നും അവർ അംഗീകരിക്കില്ല, ജമാഅത്ത് ഇസ്ലാമി അംഗീകരിക്കില്ല. ഇപ്പോൾ ചിലപ്പോൾ ബാങ്കിൻ്റെ കാര്യം ഇപ്പോൾ അവർ പറഞ്ഞേക്കും, പക്ഷേ ലെസ്ബിയൻ മാരേജിൻ്റെ കാര്യം അവർ അംഗീകരിക്കില്ല. ഒരിക്കൽ ജമാഅത്തിൻ്റെ സംസ്ഥാനത്തെ ഒരു നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന ഒരു ചാനൽ ചർച്ചയിൽ ഞാനുണ്ടായിരുന്നു. ബാങ്ക് കൊടുക്കുന്ന മൈക്ക് പുറത്തേക്ക് വെക്കണമെന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വലിയ ബുദ്ധിമുട്ടില്ല. നേരെ മറിച്ച് ഖുർആനിൽ ഖണ്ഡിതമായ വിധിയുള്ള ഒരു സാധനമാണെങ്കിൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് ജനാധിപത്യം എന്ന് പറയുന്ന സാധനം. അത് മതം ആണെങ്കിലും ജാതി ആണെങ്കിലും ആചാരമാണെങ്കിലും അനുഷ്ഠാനമാണെങ്കിലും കാലത്തിനും ദേശത്തിനും അനുസരിച്ച് പരിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നതിനാണ് മതേതരത്വം എന്ന് പറയുക. അതാണ് ഇവർക്ക് പറ്റാത്തത്, പരിഷ്കരണം പാടില്ല എന്നാ. അപ്പോൾ
ഈ തരത്തിലാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് ഇവിടുത്തെ സ്ത്രീവാദികളുടെ കൂടെ, പരിസ്ഥിതിവാദികളുടെ കൂടെ, പൗരാവകാശ സമരക്കാരുടെ കൂടെ, ആദിവാസികളുടെ കൂടെ, ദളിതരുടെ കൂടെ ഒക്കെ അവരുണ്ടാവും. പിന്നെ അവർക്ക് ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഹിന്ദു സമാജത്തിലെ ജാതി വ്യത്യാസം മൂപ്പിക്കുന്നതിൽ അവർക്ക് താല്പര്യം ഉണ്ടാവും. അതൊരു രാഷ്ട്രീയ തന്ത്രം എന്നുള്ളതൊക്കെ അവർക്ക് എടുക്കാം. അവരെല്ലാവരും ചെയ്യുന്ന തന്ത്രങ്ങളാണ്. ഞാൻ പറയുന്നത് അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ മനുഷ്യൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുക, നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞ ഇന്ത്യക്കാരനാണ്, പിന്നെ മലയാളിയാണ്, പിന്നെ അധ്യാപകനാണ്, പിന്നെ പുരുഷനാണ്, പിന്നെ എഴുതാനോ പ്രസംഗിക്കാനോ താല്പര്യമുള്ള ഒരാളാണ്, പിന്നെ ആ കൂടുതൽ നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ഏത് മതക്കാരാണ്? ഞാൻ പറഞ്ഞു ഞാൻ മുസ്ലിം കുടുംബത്തിൽ പിറന്ന ആളാണ്. ഈ മുസ്ലിം കുടുംബത്തിൽ പിറന്ന ആളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം ഇസ്ലാമാണെന്നാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും മൗലികമായത്, ഫണ്ടമെൻ്റലായത് മതമാണെന്ന് പറയുന്നതിനെയാണ് ഈ പ്രശ്നം. അങ്ങനെയല്ല. അപ്പോൾ ജാതി പോലെയല്ല മതം. മാറാവുന്നൊരു സാധനമാണ്. ജാതി മാറാൻ പറ്റില്ല. ജാതി മാറി എന്ന് പറയുന്ന തമാശ ആര്യ സമാജത്തിൽ ചേർന്നിട്ട് ഒരാൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആരാളെ ബ്രാഹ്മണനായിട്ട് അംഗീകരിക്കുക, അയാൾക്ക് തന്നെ സ്വയം തോന്നില്ല. അതാണ് ജാതിയുടെ പ്രശ്നം. അതാണ്. അപ്പോൾ മതം എന്ന് പറയുന്നത് നിങ്ങൾ മാറുന്നത് ഉപേക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. ജാതി ഉപേക്ഷിച്ചാൽ ജാതി പോകില്ലല്ലോ. ഇപ്പോൾ ഒരു ദളിതൻ എനിക്ക് ജാതി ഇല്ല എന്ന് പറഞ്ഞു, ആരാൾ ദളിതനല്ലെന്ന് വിചാരിക്കുന്നത്? ഒരാൾ മുസ്ലിം അല്ല എന്ന് പറഞ്ഞു, അയാൾ മുസ്ലിം അല്ല മറ്റൊരു എടുക്കും. വ്യത്യാസം അത്. ജാതി മതം ഒരേ തരത്തിലല്ല പ്രവർത്തിക്കുന്നത്. ആളുകളുടെ മനസ്സിലും സമൂഹത്തിലും പ്രവർത്തിക്കുന്ന ഒരേ മതത്തിലല്ല, ഒരേ തരത്തിലല്ല. നിങ്ങൾ ദളിതനാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ധാരാളം ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ മുസ്ലിമാണെന്നുള്ളതിൻ്റെ ദുരിതം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മതം മാറിക്കളഞ്ഞാൽ മതി, ക്രിസ്ത്യാനിയായാൽ മതി, തീർന്നല്ലോ. അല്ല എനിക്ക് മതമല്ല എന്ന് പ്രഖ്യാപിച്ചാൽ മതി. ഇത് എന്ത് ചെയ്താലും പോവാത്ത സാധന ജാതി. ഇപ്പോൾ ബാബു ജഗജ്ജീവൻ റാം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 38 കൊല്ലം കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു, അതിപ്രസിദ്ധനാണ്. എന്താ കാര്യം? അദ്ദേഹം അനാച്ഛാദനം ചെയ്ത പ്രതിമ പുണ്യാഹം തളിച്ച് ശുദ്ധീകരിക്കും മേൽജാതി എന്ന് സ്വയം വിളിക്കുന്ന കൂട്ടർ. അദ്ദേഹം അപ്പോൾ ഇപ്പോൾ KR നാരായണൻ, അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. ചെറുമന എന്നുള്ള മട്ടിലെ ആൾ കാണുകയുള്ളൂ. ഈ കാഴ്ചയാണ് ഈ പ്രശ്നം. ഇതാ ജാതി എന്ന് പറഞ്ഞ സാധനം. മതം അങ്ങനെയല്ല. ഉദാഹരണം പറഞ്ഞാൽ സദ്ദാം ഹുസൈൻ്റെ കൂടെ ഉണ്ടായിരുന്ന യുദ്ധകാര്യമന്ത്രി ഓർക്കുന്നത് ഒരു താരിഖ് അസീസ് എന്നൊരു കക്ഷി ഉണ്ടായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു, അദ്ദേഹം മതം മാറി മുസ്ലിമായി കഴിഞ്ഞല്ലോ. ഈ മാറാൻ പറ്റുന്ന മതവും മാറാൻ പറ്റാത്ത ജാതിയും എന്നുള്ളത് ഒന്നിച്ച് പറയുന്നതേ അപകട. ഒരാളുടെ മുസ്ലിം സ്വത്വം എന്ന് പറയുന്നതും വേറൊരാളുടെ ദളിത് സ്വത്വം എന്ന് പറയുന്നത് ഒരേ മാതിരിയല്ല. ദളിത് സ്വത്വത്തിൽ അയാൾക്ക് ചില്ലറ കൊടുക്കല്ലുള്ളത്. കല്യാണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് ചൂണ് നിന്നൊന്ന്. കാരണം നിങ്ങൾ എവിടെ ചെല്ലുമ്പോഴും, നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നിങ്ങൾ ഒരു മേൽജാതി എന്ന് വിളിക്കപ്പെട്ട സ്വയം വിളിക്കുന്ന കൂടുതൽ ആളാണെങ്കിൽ നിങ്ങളൊരു ബുദ്ധിമാനാണെന്നും പ്രാപ്തനാണെന്നും അയാൾ അതുകൊണ്ട് എടുക്കും. എത്ര പ്രാപ്തനാണെങ്കിലും നിങ്ങൾ ദളിതനാണെങ്കിൽ അത് എടുക്കൂല. വല്ലവർക്കുമല്ല, മഹാബുദ്ധിമാനായ മഹാപണ്ഡിതനായ അംബേദ്കർക്ക് ഇതായിരുന്ന അവസ്ഥ. അദ്ദേഹം മഹാരാഷ്ട്രയിൽ കോളേജ് അധ്യാപകനാകുമ്പോൾ മേൽജാതി എന്ന് വിളിക്കുന്ന കൂട്ടത്തിലെ പ്യൂൺ അദ്ദേഹത്തിന് ഫയൽ അവിടെ കൊണ്ടുവച്ച് കൊടുക്കില്ല, ഫയൽ അങ്ങോട്ട് എറിയ ചെയ്യുക. ഇത് ഡോക്ടർ അംബേദ്കർ, അദ്ദേഹം അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ പഠിച്ച് 2-3 PhD ഒക്കെ എടുത്ത് അനവധി പുസ്തകങ്ങൾ എഴുതി അതിപ്രസിദ്ധനായ ഒരാളെ പറ്റി ഞാൻ ഈ പറയുന്നത്. ചെറിയ ആളാണോ BR അംബേദ്കർ? കോളേജിൽ പ്രവർത്തിക്കുമ്പോൾ കോളേജിൽ എല്ലാ അധ്യാപകരും കുടിക്കുന്ന പാത്രത്തിന് അദ്ദേഹത്തിന് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പറയാണ് നിങ്ങൾ കുടിക്കാൻ വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുവരണം, ഇതൊന്നും എടുക്കാൻ പറ്റില്ല. ഈ തരത്തിലാണ്. ഇതൊന്നും മതത്തിൻ്റെ സ്വത്തുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ ഇവിടെ മുസ്ലിങ്ങളാന്നുള്ള എനിക്ക് ദ്രോഹിക്കുന്നില്ല, ഉണ്ട്. അതിന് പരിഹാരം വേണം. അതിന് പരിഹാരം ജനാധിപത്യമാണ്. ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ മുസ്ലിങ്ങളോട് കാണിക്കുന്ന അന്യായങ്ങൾക്ക് മറുപടി, പ്രതിക്രിയ എന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രവാദമല്ല, ജനാധിപത്യമാണ്. ഇസ്ലാമിക രാഷ്ട്രവാദത്തിന് മറുപടി ഹിന്ദുത്വ രാഷ്ട്രീയവാദമല്ല, അതിന് മറുപടി ജനാധിപത്യമാണ്. ജനാധിപത്യം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, മറ്റുകൊണ്ട് നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ പറയാതെ, ഇതൊന്നും ഇങ്ങനെ ഞാൻ ഈ പറയും പോലെ തീർത്ത് പൊളിച്ച് പറയാതെ, അവരുടെ മാധ്യമങ്ങളുടെയും അവരുടെ പ്രസിദ്ധീകരണശാലകളുടെയും അവരുടെ സംഘടനകളുടെയും അവരുടെ പരിപാടികളുടെയൊക്കെ പ്രസിദ്ധി, അതിൻ്റെയൊക്കെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്ന അങ്ങനെ നേതൃത്വത്തിലേക്ക് വരുന്ന പല ആളുകളും കേരളത്തിലുണ്ട്. അവർ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയാം. അപ്പോൾ കേരളത്തിലൊരു തമാശ, നിങ്ങൾ ജനിച്ചു വളർന്ന സമുദായത്തിൻ്റെ വർഗീയതയെ നിങ്ങൾ പിന്തുണച്ചാൽ നിങ്ങൾ വർഗീയവാദിയായി. നിങ്ങൾ അന്യ സമുദായത്തിലെ വർഗീയതയെ പിന്തുണച്ചാൽ നിങ്ങൾ മതേതരവാദിയാവുക ചെയ്യുക. നല്ല തമാശല്ലേ? അതായത് ഒരു ഹിന്ദു സമൂഹത്തിൽ പറഞ്ഞ ഒരാൾ മുസ്ലിമിൻ്റെ വർഗീയതയെ പിന്തുണച്ചാൽ ഇയാൾ മതേതരവാദി. ഹിന്ദു സമൂഹത്തിൽ പറഞ്ഞ ഒരാൾ ഹിന്ദുവിൻ്റെ വർഗീയതയെ പിന്തുണച്ചാൽ അയാൾ ഫാസിസ്റ്റ്. ഇതാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ മുസ്ലിമിൻ്റെ രാഷ്ട്രവാദം ജനാധിപത്യം, ഹിന്ദുവിൻ്റെ രാഷ്ട്രവാദം ഫാസിസം. എങ്ങനെയുണ്ട്? അങ്ങനെയല്ല. മതരാഷ്ട്രവാദം ആര് പറഞ്ഞാലും അത്
യഹൂദന്മാർ സയൻസിൻ്റെ പേരിൽ പറഞ്ഞാലും, സിഖുകാർ ഖലിസ്ഥാൻ വാദത്തിൻ്റെ പേരിൽ പറഞ്ഞാലും, ഹിന്ദുക്കൾ ഹിന്ദുത്വയുടെ പേരിൽ പറഞ്ഞാലും, മുസ്ലിങ്ങൾ ഇസ്ലാമിസത്തിൻ്റെ പേരിൽ പറഞ്ഞാലും ഒക്കെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും എതിരാണ്. അങ്ങനെ അല്ല എന്ന് ഭാവിക്കാൻ ഉള്ള ഒരു പ്രാപ്തി ഉള്ളതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ന് കേരളീയ സമൂഹത്തിൽ കിട്ടുന്ന സ്വീകാര്യത. അതിന് വഴിവെച്ചത് ഇവിടുത്തെ രണ്ട് മുന്നണികളുമാണ്. അതിൽ ഏതെങ്കിലും ഒരു കൂട്ടർ മറ്റേ കൂട്ടരെ കുറ്റം പറയുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.